ഏഷ്യാനെറ്റ് ചാനൽ ബാർക്ക് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് വീണ്ടും എത്തി എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ 24-ലെ ശ്രീകണ്ഠൻ നായർ മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ബാർക്ക് റേറ്റിംഗ് വരെ മൊത്തം കച്ചവടമാണ്, തട്ടിപ്പാണ്. പൈസ കൊടുത്ത ആർക്കും ഒന്നാം സ്ഥാനത്ത് എത്താം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൈവശമുള്ളത് ആരാണ്, അവരാണ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമത് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിശ്വാസ്യത. ഇന്ന് നോക്കിയേ, ഏഷ്യാനെറ്റിന്റെ വാർത്ത ഇങ്ങനെയാണ്. അൺബ്ലിമിഷ്ഡ് ട്രസ്റ്റ് എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ ചാനലിലും മീഡിയ വണ്ണിലൊക്കെ ഇങ്ങനെ ഒരു കാർഡ് വരുന്നു. തട്ടിപ്പിന്റെ ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ കേരളത്തിലെ ചാനൽ ഉടമ കോടികൾ കോഴ നൽകി. തെളിവുകൾ സഹിതം KTF പ്രസിഡന്റ് R ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചാനലുകളെ സംബന്ധിക്കുന്നിടത്തോളം ഒരുതരം കൊതിക്കറുവാണ്. അതായത് ഞങ്ങൾക്ക് മുന്നിലെത്താൻ നേരെ കൊണ്ടുവന്ന് പണം കൊടുത്താൽ അടുത്ത തവണ അവരെ എടുത്ത് മുന്നിൽ നിർത്തും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഏഷ്യാനെറ്റിന്റെ പണം ഉള്ളതുകൊണ്ടും രായി മുതലാളിയുടെ കോടിക്കണക്കിന് രൂപ ഭൂമിക്കച്ചവടത്തിലൂടെ കിട്ടിയ പ്രോഫിറ്റ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് എന്നുള്ള സംശയം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാര്യം ഒരു ചാനൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഏഷ്യാനെറ്റ് ആണോ, റിപ്പോർട്ടർ ആണോ, ഇനി അതേ 24 തന്നെയാണോ? കാര്യം ശ്രീകണ്ഠൻ നായർ കൊടുത്ത പണത്തിന് അടിസ്ഥാനപ്പെടുത്തി ബാർക്കിൽ വേണ്ടത്ര തന്നില്ല, ശ്രീകണ്ഠൻ നായരുടെ പണം പോയി കിട്ടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ബാർക്ക് റേറ്റിംഗിനെ സംബന്ധിച്ചും അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് ചാനൽ ഉടമകൾ തന്നെയാണ്.